ഇതാണ് കേരളത്തിലെ ഒരു ടാപ്പ് പോലും ഇല്ലാത്ത വീട്. നമ്മുടെ വീട്ടിൽ ഒരു ടാപ്പ് പോലും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെ ജീവിക്കും നമുക്ക് നോക്കാം, ബാ. ഹലോ, ഇതെൻ്റെ അമ്മയുടെ വീടാണ്. പഴയ വീടായതുകൊണ്ട് തന്നെ പഴയ രീതികളും പഴമയും ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ ടാങ്ക്. പിന്നെ ഈ കാണുന്ന പൈപ്പ് കിണറ്റിൽ നിന്ന് വെള്ളം ടാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് സിമെൻറ്റിൻ്റെ ഒരു ടാങ്കാണ്. ഇതിൽ നിന്നാണ് വീട്ടിലെ ആവശ്യങ്ങൾക്കും ബാക്കി ആവശ്യങ്ങൾക്കെല്ലാം വെള്ളം എടുക്കുന്നത്. പിന്നെ ബാത്റൂമുകളിലൊക്കെ ഇതുപോലെയുള്ള വലിയ മൺതൊട്ടികളിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. ബാത്റൂമിലും പൈപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നിറച്ചിട്ട് വേണം കുളിക്കാൻ. അതുകൊണ്ടൊരു ഗുണമുണ്ട്, വെള്ളം കളയാൻ തോന്നില്ല കഷ്ടപ്പെട്ട് എടുക്കണ കാരണം. പിന്നെ അടുക്കളയിലും ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡ്രം വെച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത്. ആ ഡ്രം നിറക്കണമെങ്കിലും ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് അടുക്കള വരെ കൊണ്ടുപോയി എന്നിട്ട് വേണം അത് നിറയ്ക്കാൻ. അതുകൊണ്ട് അവിടെ പോകുമ്പോഴും ഓരോ പ്രാവശ്യം വെള്ളം എടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് എങ്ങനെ പോയാലും വെള്ളം കളയാൻ ഒരിക്കലും തോന്നില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ പൈപ്പ് തുറന്ന് ഒരുപാട് വെള്ളം വരുന്നതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ വില മനസ്സിലാവില്ല. ഇതേപോലെ 2 ദിവസം വന്നിരുന്നാലേ വെള്ളത്തിന് എത്രത്തോളം വിലയുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അടുക്കളയിലുള്ള ആവശ്യങ്ങൾക്കായി നിറച്ച കുടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ മനുഷ്യന്മാർ മാത്രമല്ല ജീവികളുണ്ട്, അപ്പോൾ അവരുടെ കാര്യം കൂടി നോക്കണം. അപ്പോൾ ടാങ്കിൽ നിന്ന് ഇതേപോലെ വെള്ളം എടുത്തിട്ട് വേണം പശുക്കുട്ടിക്കും കൊടുക്കാൻ. പിന്നെ ചെടികൾ നനയ്ക്കാനാണെങ്കിൽ ടാങ്കിൽ നിന്ന് ഒരുപാട് തവണ ഇതേപോലെ വെള്ളം എടുത്തിട്ട് വന്നിട്ട് വേണം ചെടികളൊക്കെ നനയ്ക്കാൻ. അപ്പോൾ ചെടികളൊക്കെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നനയ്ക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു പൂ വന്നാൽ തന്നെ ഒരുപാട് സന്തോഷമാണ്. ഇവിടെ വന്നിരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, വെറുതെ അല്ല പണ്ടുള്ളവർക്കൊക്കെ എത്ര ആരോഗ്യമെന്നും അവർ ഇത്രയും കാലം ജീവിച്ചത് എന്തുകൊണ്ടാണെന്നും ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ വേറൊരു ഗുണം എന്താ വെച്ചാൽ 10 പൈസ ജിമ്മിന് ചിലവില്ലാണ്ട് നല്ലൊരു ബോഡി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളൊക്കെ വീടുകളിൽ ആവശ്യത്തിന് അനാവശ്യത്തിന് ഒരുപാട് വെള്ളം ചിലവാക്കുന്ന സമയത്ത് ആ ഒരു തുള്ളി കിട്ടാൻ വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടെന്നൊന്ന് ആലോചിക്കുക. അപ്പോൾ ഈ വീഡിയോ വെള്ളത്തിൻ്റെ വില മനസ്സിലാക്കണം നിങ്ങൾക്ക് തോന്നുന്നവർക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.